Hi guys, my name is Prince and welcome back to Active Prince Vlogs. ഇന്നലെ Asus അവരുടെ Asus Rogphone 3 ലോഞ്ച് ചെയ്തു. ദി മോസ്റ്റ് പവർഫുൾ ഫോൺ ഇൻ ദി വേൾഡ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ഫോണിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. എൻ്റെ ഈ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടാമെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ നമുക്ക് ആദ്യമായി തന്നെ ഈ ഫോണിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈനിൻ്റെ ഭാഗത്ത് നോക്കാം. ഈ ഫോൺ വരുന്നത് ഒരു ഗ്ലാസ് സാൻഡ്വിച്ച് ഡിസൈനോടെയാണ്, അതായത് ഗ്ലാസ് ബോഡിയുള്ള ഫോണായിരിക്കും. ഗൊറില്ല ഗ്ലാസ് 5 ഫ്രണ്ടിലും ബാക്കിലും അവർ നൽകുന്നതാണ്. അതുമാത്രമല്ല ഈ ഫോൺ ഗെയിമിങ്ങിനായിട്ട് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത ഫോണാണ്. അപ്പോൾ മറ്റു ഫോണിലൊന്നും കാണാത്ത തരത്തിലുള്ള ഡിസൈൻ ആയിരിക്കും ഈ ഫോണിന് ഉണ്ടായിരിക്കുക. ഫ്രെയിമിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ അതിന് മെറ്റൽ ഫ്രെയിം ആയിരിക്കും ഇതിനുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒന്ന് പരിശോധിക്കാം. ഈ ഫോണിൻ്റെ മെയിൻ ഹൈലൈറ്റുകളിൽ ഒന്നാണ് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ. ഈ ഫോണിന് വരുന്നത് ഒരു 6.59 ഇഞ്ചസിൻ്റെ ഒരു ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് ഇതിനോടൊപ്പം വരുന്നത്. അതുമാത്രമല്ല ഇതിന് 144 Hz ഹൈ റിഫ്രഷ് റേറ്റും ഈ ഫോണിനുണ്ടായിരിക്കും. HDR10+ സപ്പോർട്ടും ഈ ഫോണിനുണ്ടായിരിക്കും. ലോകത്ത് തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസ്പ്ലേ ആയിരിക്കും ഈ ഫോണിന് ഉണ്ടാവുക. 144 Hz റിഫ്രഷ് റേറ്റിനോടൊപ്പം തന്നെ ഇതിന് 270 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിനുണ്ടായിരിക്കും. വളരെ ഫാസ്റ്റ് ആയിരിക്കും ഇതിന് ടച്ച് സാമ്പിളിംഗ്. സോ ഹൈ റിഫ്രഷ് റേറ്റ് അതോടൊപ്പം തന്നെ ഹൈ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആകുമ്പോൾ ഈ സ്ക്രീൻ ഒരു നെക്സ്റ്റ് ലെവൽ ഡിസ്പ്ലേ ആയിട്ട് മാറും. അടുത്തതായി ഇതിൻ്റെ പെർഫോമൻസിൻ്റെ ഭാഗത്ത് നോക്കാം. ദി ബെസ്റ്റ് മോസ്റ്റ് പവർഫുള്ളായ പ്രോസസ്സറായ സ്നാപ്ഡ്രാഗണിൻ്റെ 865+ എന്ന ദി മോസ്റ്റ് പവർഫുൾ പ്രോസസ്സർ ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്ന ഈ പ്രോസസ്സറാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഫോൺ ദി ബെസ്റ്റ് പവർഫുൾ ഫോൺ തന്നെ പറയാൻ സാധിക്കും. പ്രോസസ്സറിന് അപ് ടു 3.1 GHz ക്ലോക്ക് സ്പീഡിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. മെയിൻ ഹൈലൈറ്റ് എന്തെന്ന് വെച്ചാൽ ഇതൊരു 5G പ്രോസസ്സറാണ്. സോ നമുക്ക് ഡുവൽ 5G സിം ഈ ഫോണിൽ ഉപയോഗിക്കാൻ സാധിക്കും. സോ നമുക്ക് അടുത്തതായി ക്യാമറയുടെ സെക്ഷൻ നോക്കാം. 64 MP അടങ്ങുന്ന ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഈ ഫോണിന് ഉണ്ടായിരിക്കുക. സോണി IMX686 എന്ന 64 MP സെൻസറാണ് ഈ ഫോണിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 13 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും അതോടൊപ്പം തന്നെ 5 MP ഒരു മാക്രോ ലെൻസും ഇതോടൊപ്പം നൽകിയിട്ടുണ്ട്. ഈ ഫോണിൻ്റെ ക്യാമറയിലെ മെയിൻ ഹൈലൈറ്റ് എന്തെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് 8K at 30 frames/second ഉള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ 4K at 60 FPS ഉള്ള വീഡിയോകളും ഷൂട്ട് ചെയ്യാം. മറ്റൊരു ഫീച്ചർ എന്തെന്ന് വെച്ചാൽ നമുക്ക് സ്ലോ മോഷൻ വരെ 4K എടുക്കാൻ സാധിക്കും. അത് 120 frames/second 4K ഉള്ള സ്ലോ മോഷൻ ഈ ഫോണിൽ എടുക്കാൻ സാധിക്കും. അടുത്തതായി ഈ ഫോണിൻ്റെ ബാറ്ററിയുടെ ഭാഗത്ത് നോക്കാം. ഇതൊരു മെയിൻ ഹൈലൈറ്റ്. ഈ ഫോണിൻ്റെ മെയിൻ ഹൈലൈറ്റുകളിൽ ഒന്നാണ് ഈ ഫോണിൻ്റെ ബാറ്ററി. ഈ ഫോണിനുണ്ടായിരിക്കുക ഒരു 6000 mAh ഒരു ഹ്യൂജ് ബാറ്ററി തന്നെയാണ്. അതോടൊപ്പം തന്നെ 30 watts ഒരു ചാർജറും ഇതോടൊപ്പം ലഭിക്കും. റോക്ക്ഫോൺ 2ൽ 18 watt ആണെങ്കിൽ ഇതിൽ 30 watt ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തിരിക്കുക. അതൊരു നല്ല കാര്യം തന്നെ. 6000 mAh 18 watts ഫാസ്റ്റ് ചാർജർ മണിക്കൂറുകൾ എടുക്കും ചാർജായി കിട്ടാൻ. സോ നമുക്ക് 30 watts ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ചാർജ് കിട്ടും ചെയ്യും. ബാറ്ററി ബാക്കപ്പ് കൂടുതൽ ലഭിക്കുകയും ചെയ്യും. ഈ ഫോൺ കൊണ്ട് PUBG തുടർച്ചയായി 9 മണിക്കൂർ വരെ കളിക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇങ്ങനെയാണെങ്കിൽ സാധാരണ യൂസറിനൊക്കെ 2 ദിവസം 2.5 ദിവസമൊക്കെ ബാറ്ററി ബാക്കപ്പ് ലഭിക്കും. നമുക്ക് മറ്റ് ഫീച്ചേഴ്സിലേക്ക് ഒന്ന് പോവാം. ഇതൊരു 5G ഫോണാണെന്ന് ഞാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ NFC സപ്പോർട്ടും ഈ ഫോണിനുണ്ടായിരിക്കും. പിന്നെ സെക്യൂരിറ്റിയുടെ ഭാഗത്ത് നോക്കിയാൽ ഇതിന് ഫേസ് അൺലോക്കും അതോടൊപ്പം തന്നെ LED ഡിസ്പ്ലേ ആയതുകൊണ്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ആയിരിക്കും ഇതിന് ഉണ്ടായിരിക്കുക. 3.5 mm ഓഡിയോ ജാക്ക് ഇല്ലാത്തത് കൊണ്ട് ബോക്സിൽ തന്നെ ഒരു അഡാപ്റ്ററും കൊടുത്തിട്ടുണ്ട്, അതായത് കേബിളും കൊടുത്തിട്ടുണ്ട്. Type-C to 3.5 mm ജാക്ക് ഉള്ള ഒരു കേബിളും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചാർജിങ്ങിനായി ഒരു Type-C കേബിളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നല്ല സറൗണ്ട് സൗണ്ടിലുള്ള മ്യൂസിക് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും.
ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഇതിൽ 5G ഡുവൽ 5G സിം കാർഡ് സപ്പോർട്ട് ചെയ്യും. ഇതിൽ SD കാർഡ് ഇടാനുള്ള സ്ലോട്ട് ഉണ്ടായിരിക്കില്ല. ഇതിൽ UI ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ആൻഡ്രോയിഡ് 10 അധിഷ്ഠിതമായി UI ആയിരിക്കും ഇതിൽ റൺ ചെയ്യുക. പിന്നെ ഈ ഫോണിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് ഇതിൽ ഗെയിമിംഗ് ട്രിഗേഴ്സ് ഉണ്ടായിരിക്കും. മേലെ ട്രിഗർ ചെയ്യാൻ പറ്റുന്ന സെൻസർ അങ്ങനെ സംഭവം ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ കൂളിംഗ് സിസ്റ്റമായിട്ട് വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം ഇതിനുണ്ടായിരിക്കും. പിന്നീട് നോക്കിയാൽ ഇതിന് 4 തരം റിഫ്രഷ് റേറ്റുകളിൽ നമുക്ക് മാറ്റി മാറ്റി യൂസ് ചെയ്യാൻ സാധിക്കും. ഇത് ഹയർ ആയിട്ടുള്ള 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഫസ്റ്റ് തന്നെ, അതിന് തൊട്ടടിയിൽ 120 ഹെർട്സ് ആയിട്ടും സെറ്റ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ 90 ഹെർട്സും 60 ഹെർട്സും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഓട്ടോമാറ്റിക് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഫീച്ചറും ഇതിൽ ലഭ്യമാണ്. ഇതിൽ LPDDR5 റാം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ UFS 3.1 എന്ന സ്റ്റോറേജ് ടൈപ്പ് ആയിരിക്കും ഇതിനുണ്ടായിരിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ആസൂസിൻ്റെ ROGPhone 3 എന്ന ഗെയിമിംഗ് ഫോണിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. സോ നമുക്ക് അതിൻ്റെ സ്റ്റോറേജ് ഏതൊക്കെ സ്റ്റോറേജുകളാണ് വരുന്നത് നോക്കാം. ആദ്യമായി തന്നെ ലോവർ വേരിയൻ്റ് ആയിട്ടുള്ള 8GB 128GB, അതുപോലെ മിഡിൽ വേരിയൻ്റ് ആയിട്ട് ഒരു 12GB 256GB വേരിയൻ്റ് ഉണ്ടായിരിക്കും. അതോടൊപ്പം ഹയർ വേരിയൻ്റ് ആയിട്ടുള്ള 16GB 512GBയുടെ വേരിയൻറ്റും ഉണ്ടായിരിക്കും. ഹയർ വേരിയൻ്റ് ആയിട്ടുള്ള 60GB 512GB വേരിയൻറ്റ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ സാധ്യത കുറവാണ്. അവസാനമായി ഈ ഫോണിൻ്റെ പ്രൈസിങ് ഒരു അറിയിച്ചിട്ടില്ല. എന്നാലും A65+ എന്ന പ്രോസസ്സറും 6000 mAh ബാറ്ററിയും 1 ഓഫ് ദി ബെസ്റ്റ് ഡിസ്പ്ലേസും ഒക്കെ നൽകുന്ന ഈ ഫോണിൽ ഒരു അറൗണ്ട് 55K അടുത്ത് ഉണ്ടായിട്ടുണ്ട്. അതായത് 55,000 അടുത്ത് ഈ ഫോണിന് പ്രൈസ് ചെയ്യുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ ഇതിൻ്റെ ഫീച്ചേഴ്സ് കണ്ടില്ലേ, എല്ലാം ടോപ്പ് എൻഡ് ആണ്. ഇതിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പിഴവുണ്ടോ ചോദിച്ചാൽ ഒരു 3.5 ഓഡിയോ ജാക്ക് ഇല്ല എന്ന് അത്രമേ ഉള്ളൂ ഉണ്ടാവുക, ഒരു പോരായ്മയായിട്ട് പറയാനുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ ബെസൽസ് കുറച്ച് തിക്കാണ്. എന്തെന്ന് വെച്ചാൽ അത് അൺവാണ്ടഡ് ടച്ചസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ ഗെയിമിംഗ് ഫോൺ ആയതുകൊണ്ടായിരിക്കും അവരങ്ങ് നൽകിയിട്ടുണ്ടാവും. ഒരു കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ വലിയ വലിയ ബെസൽസ് ആണ് ഉണ്ടായിരിക്കാൻ സൂചിപ്പിക്കുന്നതേ ഉള്ളൂ. അതോടൊപ്പം തന്നെ 3.5 ഓഡിയോ ജാക്കില്ലാന്നും ഒരു പോരായ്മയാണ്. പക്ഷെ അതിൻ്റെ കൂടെ ഒരു കേബിൾ നൽകിയത് കൊണ്ട് ആ പോരായ്മ നമുക്ക് മാറ്റിവെക്കാം. ഇത്രയും കാര്യങ്ങൾ ഹൈ എൻഡ് ഫീച്ചേഴ്സ് ഉള്ള ഈ ഫോൺ ദി മോസ്റ്റ് പവർഫുൾ ഫോൺ ഇൻ ദി വേൾഡ് എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. സോ ഇത്രയുമാണ് ഈ ഫോണിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. സോ ഈ ഫോണിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക. സോ നമുക്ക് ഇതുപോലുള്ള അടിപൊളി വീഡിയോ മറ്റേ നമുക്ക് അടുത്ത വീഡിയോ കാണാം. സ്റ്റേ സേഫ്.